എല്ലാ മണ്ഡലങ്ങളിലും LDF പിന്നിലാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി പുറത്തു വരികയാണ്. ആലപ്പുഴ തൂത്തുവാരുമോ UDF? തെക്കൻ കേരളത്തിൽ UDFന്റെ തേരോട്ടം വീണ്ടും ദൃശ്യമാകുന്നു. 86+1 സീറ്റുകളിലേക്ക് UDF കുതിച്ചെത്തുന്നു. 90ലേക്ക് അടുക്കുന്നു. എന്തായാലും തെക്കൻ കേരളം മാത്രമല്ല രേണുക, ഒരുപക്ഷെ കേരളം മുഴുവൻ UDF തരംഗം എന്ന നിലയിലേക്ക് തെക്കൻ കേരളം വടക്കൻ കേരളം എന്നതിനെ വിഭജിക്കാൻ പറ്റില്ല. കേരളം മുഴുവൻ പിണറായി വിജയനെതിരെയുള്ള ജനവിധിയാണ്. ഇടത് കോട്ടകൾ പൊളിഞ്ഞതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലം ജില്ലയിലെ തകർച്ച, തിരുവനന്തപുരം ജില്ലയിലെ തകർച്ച എന്നത് കാണേണ്ടതാണ്. കാണാതിരിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സീറ്റ് മാത്രം നേടി തിരുവനന്തപുരം ഇത്തവണ തൂത്തുവാരാൻ തയ്യാറെടുക്കുകയാണ് ഇടതുപക്ഷം എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. CPM അണികൾ ആഗ്രഹിച്ചിരുന്നത് പിണറായി വിജയനെയാണോ KK ശൈലജയാണോ എന്നുള്ള ചോദ്യം ആദ്യ റൗണ്ടിൽ ഉയരുകയാണ്. ശൈലജ മുന്നിൽ, പിണറായി വിജയൻ പിന്നിൽ. തോൽക്കുവാൻ വേണ്ടി CPM കൊണ്ട് നിർത്തിയ KK ശൈലജ, തോപ്പിക്കുവാൻ നിർത്തിയ KK ശൈലജ മുന്നിട്ട് നിൽക്കുകയാണ്. കേവലം 39 വോട്ടുകൾക്കാണ് എങ്കിലും KK ശൈലജ ഒരു ഘട്ടത്തിൽ മുന്നിൽ പോകുമ്പോൾ അവിടെ അതേസമയം പിണറായി എഴുതപ്പെടും. ആദ്യ റൗണ്ടിൽ പിണറായി വിജയൻ പിന്നിൽ, KK ശൈലജ മുന്നിൽ. അതെ, നമ്മുടെ കണക്ക് 86ആണ്, UDF 87 നമ്മുടെ കണക്ക്. പക്ഷെ മറ്റേ ആളുകളിലൊക്കെ 95 കടന്നു എന്നുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ അന്തിമ ചിത്രം പറഞ്ഞു. പക്ഷേ 100 അടിക്കുമെന്ന കാര്യത്തിൽ ഒരേ സമയം പ്ലേ ചെയ്യാവുന്നതാണ്. പിണറായി വിജയൻ പിന്നിൽ, KK ശൈലജ മുന്നിൽ. വളരെ പ്രധാനപ്പെട്ടതാണ്. KK ശൈലജ പിന്നിൽ. അത് കൃത്യമായി പറയാം. കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ പിണറായി മുന്നിൽ പോകുന്നു. കൊല്ലത്ത് ബിന്ദുകൃഷ്ണയുടെ ലീഡായി 1529 വോട്ടായി ഉയരുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ 7541 വോട്ടിന്റെ സംശയമില്ല, സംസ്ഥാനത്ത് UDF സർക്കാർ രൂപീകരിക്കും. ഇടത് ഭരണം അത് ഒരു വിസ്മയമായി മാറിയിരിക്കുന്നു. ഇടത് ഭരണം ഉണ്ടാവില്ല, നഷ്ടപ്പെടുന്നു. അതെ, തീർച്ചയായിട്ടും സംസ്ഥാനത്ത് UDF സർക്കാർ വരും. ഇടതിന് തുടർ ഭരണം നഷ്ടപ്പെടുന്നു. ആരാണ് മുഖ്യമന്ത്രിയുടെ ചർച്ചകൾ ഈ നിമിഷം മുതൽ ആരംഭിക്കാൻ ഒരുങ്ങുന്നു. ഉല്ലാസ് കോവൂർ കുഞ്ഞിലാണ്. ഇടതിന്റെ കോട്ടകളെല്ലാം ഇളകുന്നു, ചുവപ്പ് മായുന്നു. വളരെ വ്യക്തമായ കൃത്യമായ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഒരു ചുവന്ന വെളിച്ചം. മന്ത്രി GR അനിൽ മുന്നിലാണ്. അല്ലെ, ഒരു മന്ത്രി കൂടി